ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു എഡ്കോം. ഈ ഒരു ചാപ്റ്ററിൽ എക്സാമിന് ചോദിക്കാവുന്ന ലോങ്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ കൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം റേഷ്യോസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. റേഷ്യോസ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അപ്പോൾ റേഷ്യോ തന്നിട്ടുണ്ടാവും, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അത് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഫ്രം ദി ഫോളോയിങ് ക്വസ്റ്റിലേക്ക് വരാം. ഫ്രം ദി ഫോളോയിങ് ഫിഗേഴ്സ് ആൻഡ് റേഷ്യോ ഡ്രോ ഔട്ട് ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. കണ്ടില്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും ഡ്രോ ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് താഴെ പറയുന്ന റേഷ്യോസിൽ നിന്ന്. അത് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് ഇവിടെ. വർക്കിംഗ് ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ദെൻ ദർ ഇസ് നോ ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇൻ കറന്റ് അസറ്റ് ദർ ഇസ് നോ അസറ്റ് അതർ ദാൻ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് ആൻഡ് ക്യാഷ്. കറന്റ് അസറ്റിൽ സ്റ്റോക്ക്, അതേപോലെ ക്യാഷ്, ഡെപ്റ്റേഴ്സ് അല്ലാത്ത മറ്റൊരു അസറ്റുകൾ ഇല്ല എന്നാണ് പറയുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് 20% ഹയർ ദാൻ ദി ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാളും 20% കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. പിന്നെ കുറച്ച് മറ്റ് കറണ്ട് റേഷ്യോ, പ്രൊപ്പറേറ്ററി റേഷ്യോ, സ്റ്റോക്ക് വെലോസിറ്റി, പ്രോഫിറ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാനുണ്ട്. അതിലേക്ക് ഇൻകംസ് കാണണം, സെയിൽസ് കാണണം, എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് കാണണം. ബാലൻസ് ഷീറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള കറന്റ് അസറ്റ്, കറന്റ് ലാബിലിറ്റി, ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് ലാബിലിറ്റി തുടങ്ങിയ ഐറ്റംസ് ഒക്കെ കാണാനുണ്ട്. സോ ഹിയർ നമുക്ക് ഇവിടെ തന്ന ഇൻഫർമേഷനിൽ നിന്ന് ഫസ്റ്റ് കറന്റ് റേഷ്യോ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. എന്ത് വെച്ച് തുടങ്ങാം, പറ്റുന്നത് പോലെ ചെയ്യാം. കറന്റ് റേഷ്യോ ഇവിടെ 2.5 ആണ് കറന്റ് റേഷ്യോ തന്നിട്ടുള്ളത്. സോ നന്നായിട്ട് ശ്രദ്ധിക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഇങ്ങനെ പോണത്. കറന്റ് റേഷ്യോ ഈക്വൽ ടു 2.5 എന്ന് പറഞ്ഞാൽ 1 കൂടെ ചേർത്ത് കൊടുക്കണം. 2.5:1. സോ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ 2.5 എന്ന് പറയുന്നത് കറന്റ് അസറ്റും 1 എന്ന് പറയുന്നത് കറന്റ് ലാബിലിറ്റിയുമാണ്. അതൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കാണാത്തവർ അത് കണ്ടിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ഈ ഒരു പാർട്ടിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. സോ ഇനി അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലാബിലിറ്റി. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറന്റ് അസറ്റും കറന്റ് ലാബിലിറ്റിയാണ്. അപ്പോൾ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലാബിലിറ്റി. വർക്കിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യൻ ഇല്ല. കറന്റ് അസറ്റും കറന്റ് ലാബിലിറ്റി നമ്മൾ ഇപ്പോൾ കണ്ടു. കറന്റ് അസറ്റ് എന്ന് പറയുമ്പോൾ 2.5, കറന്റ് ലാബിലിറ്റി എന്ന് പറയുമ്പോൾ 1 അല്ലേ. 2.5 1. വർക്കിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 63,000 വർക്കിംഗ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും 63,000. സോ 63,000 ഹിയർ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. 2.5 നിന്ന് -1 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 1.5. സോ 1.5 ഈക്വൽ ടു 63,000. 1.5 എന്ന് പറയുന്നത് 63,000 ഈക്വൽ ആണ് അല്ലെ. അത് ഇവിടെ 1.5 എന്ന് പറയുമ്പോൾ അത്രയാണ് 63,000. ഇനി അതിൽ നിന്ന് നമുക്ക് കറന്റ് അസറ്റ് കാണാൻ പറ്റും. അതുകൊണ്ട് കറന്റ് അസറ്റ് ഈക്വൽ ടു, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വീണ്ടും പറയാണ്, 63,000 ഇൻറ്റു 2.5 ഡിവൈഡ് ബൈ 1.5. അപ്പോൾ 2.5 എന്ന് പറയുന്നത് കറന്റ് അസറ്റ് നമ്മൾ കാണുന്നത് 2.5 ഡിവൈഡ് ബൈ ഈ 1.5. അപ്പോൾ എത്ര കിട്ടും ആൻസർ? അങ്ങനെ വരുമ്പോൾ 1,05,000 കിട്ടും. അപ്പോൾ കറന്റ് അസറ്റ് കിട്ടി, 1,05,000 കറന്റ് അസറ്റ് കിട്ടി. ഇനി കറന്റ് ലാബിലിറ്റിയിലേക്ക് വരാം. ഇതേപോലെ തന്നെ കറന്റ് ലാബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. 63,000 ഇൻറ്റു കറന്റ് ലാബിലിറ്റി 1 ആണ്, 1 ഡിവൈഡ് ബൈ 1.5 ഈക്വൽ ടു 42,000. അപ്പോൾ കറന്റ് ലാബിലിറ്റിയും കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ളത്, അപ്പോൾ ഇനിയിപ്പോൾ ഏതാണ് കിട്ടാനുള്ളത് തന്നിട്ടുള്ളത്. സോ ക്വിക്ക് റേഷ്യോ ഈക്വൽ ടു 1.5:1. ഈ 1.5 എന്ന് പറയുമ്പോൾ ക്വിക്ക് അസറ്റും 1 എന്ന് പറയുമ്പോൾ കറന്റ് ലാബിലിറ്റിയാണ്. അപ്പോൾ കറന്റ് ലാബിലിറ്റി നമുക്ക് ഓൾറെഡി തന്നു, 42,000 തന്നിട്ടുണ്ട്. സോ നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് കറന്റ് അസറ്റ് കാണാൻ പറ്റും, ക്വിക്ക് അസറ്റ് കാണാൻ പറ്റും. ക്വിക്ക് അസറ്റ് ഈക്വൽ ടു 42,000 ഇൻറ്റു കറന്റ് അസറ്റിലേക്ക് ക്വിക്ക് അസറ്റ് ആണ് കാണേണ്ടത്. ക്വിക്ക് അസറ്റ് 1.5 ആണ്, ഡിവൈഡ് ബൈ 1.
ഓക്കെ, അതായത് 1 ഈക്വൽ ടു 42,000 ആണ്. നമ്മൾ നേരത്തെ 1.5 63,000 പറഞ്ഞതുപോലെ ഇവിടെ 1 എന്ന് പറയുന്നത് 42,000 ആണ്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ക്വിക്ക് അസറ്റും കിട്ടി, 63,000 കിട്ടി, 63,000 ക്വിക്ക് അസറ്റ് കിട്ടി. ഇനി ഈ ക്വിക്ക് അസറ്റും കറണ്ട് അസറ്റും വെച്ച് നമ്മൾ ക്ലോസ് സ്റ്റോക്ക് കണ്ടെത്താം, ഓപ്പണിംഗ് സ്റ്റോക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ക്വിക്ക് അസറ്റ്. കറണ്ട് അസറ്റിൽ നിന്ന് ക്വിക്ക് അസറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടുന്നുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് കിട്ടും. അപ്പോൾ കറണ്ട് അസറ്റ് എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? കറണ്ട് അസറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസറിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത് 1,05,000. അതിൽ നിന്ന് ക്വിക്ക് അസറ്റ് 63,000 കുറച്ചാൽ ബാക്കി കിട്ടുന്ന 42,000 അതാണ് ക്വിക്ക് അസറ്റ്, സോറി ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ദെൻ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കിട്ടേണ്ടതുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കേസ് ഒന്ന് ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേക കേസ് പറയുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഒരു കേസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാളും 20% ഹയർ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് 20% ഹയർ ദാൻ ദി ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 20% കൂടുതലാണെന്നുള്ള പറയുന്നത്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ 42,000 കിട്ടി, അപ്പോൾ 20% കൂടുതലാണെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 100 ആണെങ്കിൽ, ജസ്റ്റ് പറയാം, ഓപ്പണിംഗ് സ്റ്റോക്ക് 100 ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര ആയിരിക്കും? 120 ആയിരിക്കും, 120% ആയിരിക്കും. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഈക്വൽ ടു 42,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 120 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ 120% അല്ലെ, ആ ഒരു 120%ത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ഹിയർ എത്ര കിട്ടും? 35,000 ആണ് കിട്ടുക. 35,000 എന്ത് കിട്ടി? അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് 35,000 നമുക്ക് കിട്ടി. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 35,000 എന്ന് പറയുന്നത് 100% അല്ലെ, 100%. അപ്പൊ ആ 35%ന്റെ 35,000ന്റെ 20% എത്ര ആയിരിക്കും? 20% എത്ര ആയിരിക്കും? 7,000 ആയിരിക്കും. അപ്പൊ ആ 7,000 കൂടെ കിട്ടിയാൽ 35,000 അതേപോലെ തന്നെ 7,000 കൂടെ കൂട്ടിയാൽ 42,000 കിട്ടും. അതാണ് 120% എന്ന് പറയുന്നത് അല്ലെ, 120%. അപ്പൊ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര? 35,000 കിട്ടി. ദെൻ നമ്മൾ ആവറേജ് സ്റ്റോക്ക് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 അല്ലെ. അപ്പൊ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് 42,000 കിട്ടിയിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് 35,000 കിട്ടിയിട്ടുണ്ട്. സോ ഡിവൈഡ് ബൈ 2 അങ്ങനെയാണെങ്കിൽ 38,500 ആണ് എന്ത്? ആവറേജ് സ്റ്റോക്ക് വരുന്നത് 38,500. ദെൻ ആവറേജ് സ്റ്റോക്ക് എന്തിനാ കണ്ടെത്തിയത് നമുക്ക് മനസ്സിലാവും. അതിൽ നിന്ന് നമുക്ക് സ്റ്റോക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ, അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സ്റ്റോക്ക് വെലോസിറ്റി ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അതാണ് സ്റ്റോക്ക് വെലോസിറ്റിന്റെ ഇക്വേഷൻ. സ്റ്റോക്ക് വെലോസിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 4 ആണ് ക്വസ്റ്റ്യനിൽ. CGS ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല, CGS ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് എത്തിയത്. ആവറേജ് സ്റ്റോക്ക് നമ്മളിപ്പോൾ കണ്ടു, 38,500 ആവറേജ് സ്റ്റോക്ക് കണ്ടു. അങ്ങനെയാണെങ്കിൽ CGS കാണാൻ സിമ്പിൾ അല്ലേ. അപ്പൊ CGS അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈക്വൽ ടു ഈ 38,500 അരണം ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു, അപ്പോൾ 38,500 ഇൻറ്റു 4, അപ്പോൾ 1,54,000. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,50,000 കിട്ടി. ഇനി ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ക്വസ്റ്റ്യനിലെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20% ഓഫ് സെയിൽസിന്റെ 20% ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മറ്റു ചില ലോജിക്കുകൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 20% ഓൺ സെയിൽസിന് 20%. അങ്ങനെ പറയുമ്പോൾ
25% ഓൺ കോസ്റ്റ്. കോസ്റ്റിന്റെ 25%ഉം സെയിൽസിന്റെ 20%ഉം ഈക്വൽ ആയിരിക്കും. അത് മനസ്സിലാക്കുമ്പോൾ 20% എന്ന് പറഞ്ഞാൽ ശരിക്കും 1/4 ആണ്. ഇപ്പോൾ സോറി 1/5 ആണ്. 25% എന്ന് പറയുമ്പോൾ 1/4 ആണ്. 4 25 കൂട്ടിയാൽ 100 ആവും. 5 20 കൂട്ടിയാൽ 100 ആവും. അങ്ങനെ അതാണ് 1/5 1/4 എന്ന് വെച്ചാൽ സെയിൽസിന്റെ 1/5 എന്ന് പറഞ്ഞാൽ കോസ്റ്റിന്റെ 1/4 എടുത്താൽ മതി. സെയിൽസിന്റെ ഇവിടെ 1/4 ആണെങ്കിൽ ഇവിടെ 1/3 എടുത്താൽ മതി. അത് ഈക്വൽ ആവും. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20% ഓൺ സെയിൽസ് ആണ്. സെയിൽസിന്റെ 20% ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ CGS കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയായിരിക്കും? അപ്പോൾ 80% ഓഫ് സെയിൽസിന്റെ 80% ആയിരിക്കും. എന്ന് വെച്ചാൽ സെയിൽസിന്റെ 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സെയിൽസിന്റെ 80% എന്തായിരിക്കും? കോസ്റ്റ് ആയിരിക്കും അല്ലെ? സോ അതുകൊണ്ട് സെയിൽസ് എത്രയായിരിക്കും? സെയിൽസ് വിൽ ബി 100%. അപ്പൊ സെയിൽസ് 100% ആയിരിക്കും. അത് മനസ്സിലാക്കുക. സോ സെയിൽസ് ഈക്വൽ ടു 100% അല്ലെ? 100% അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കോസ്റ്റ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1,90,000. അത്ര കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇപ്പൊ എത്രയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്? സോറി, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ഓക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇവിടെ 1,54,000 അല്ലെ? 1,54,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ പറ്റും. അതിൽ നിന്ന് അത് നമ്മൾ 100% കൺവേർട്ട് ചെയ്യാണ്. 100% കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ 100/80 അല്ലെ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 1,54,000 എന്നുള്ള 80% അത് 100ലേക്ക് നമ്മൾ മാറ്റണം. 100% അതിലേക്ക് മാറ്റുമ്പോഴാണ് അത് എന്താവുക? സെയിൽസ് കിട്ടുക. ഓക്കെ, അപ്പോൾ സെയിൽസ് കിട്ടും. അത്രേ 1,92,500 എന്ത് കിട്ടി? സെയിൽസ് കിട്ടി. അങ്ങനെയാണ് സെയിൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ സെയിൽസ് ഓക്കെ ആണല്ലോ. ദെൻ ഇനി നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ മറ്റൊന്ന്, ക്വസ്റ്റ്യനിൽ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി ഇവിടെ കാണാം 36.5 ഡെപ്റ്റേഴ്സ് വെലോസിറ്റി. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഡെപ്റ്റേഴ്സ് കാണാൻ പറ്റും അല്ലെ? ഡെപ്റ്റേഴ്സ് ഒരു കറന്റ് സെറ്റ് ആണ്. സോ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365 ആണ് കൊടുക്കാം. അപ്പൊ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ഇൻറ്റു 365 അല്ലെങ്കിൽ 360. ഓക്കെ, അത് നമ്മൾ ആ ഡെപ്റ്റേഴ്സ് വെലോ ആ പീരീഡിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഒരു ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ ആണത്, ഡെപ്റ്റേഴ്സ് വെലോസിറ്റി കാണാനുള്ള. സോ ഹിയർ നമ്മൾ അതിന്റെ അല്ലെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി ക്വസ്റ്റ്യനിൽ 36.5 ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് നമുക്ക് തന്നിട്ടില്ല, ഡെപ്റ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ്, ഡെപ്റ്റേഴ്സ് ഡിവൈഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് ക്വസ്റ്റ്യനിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയോ? ക്രെഡിറ്റ് സെയിൽസ് ആൻസറിൽ നമ്മൾ എവിടെയോ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് എന്നുള്ളത് പിടുത്തം കിട്ടണില്ല. സെയിൽസ് 1,92,500 ക്രെഡിറ്റ് സെയിൽസ് അന്ന് അസം ചെയ്യാം നമ്മൾ ഫുൾ ആയിട്ട്. സോ 1,92,500 ക്രെഡിറ്റ് സെയിൽസ് ആണെന്നുള്ള അസംഷൻ ചെയ്യാം ഫുള്ള്. സോ നമുക്ക് ഇവിടെ ഇൻറ്റു 365 അല്ലെ? 365. അങ്ങനെയാണെങ്കിൽ ഡെപ്റ്റേഴ്സ് കാണാം. അപ്പൊ നമുക്ക് ഡെപ്റ്റേഴ്സ് അല്ലേ കാണേണ്ടത്? ഡെപ്റ്റേഴ്സ് ഈക്വൽ ടു ഇവിടെ 1,92,500 ഇൻറ്റു
3.65 അല്ലെ. ഈ 1,92,500 അരണുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ആവും. അതാണ് ഇൻറ്റു 3.65. ഈ ഇൻറ്റു ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ഹരണമാവും അല്ലെ. അപ്പോൾ 365 ഡിവൈഡ് ബൈ 365. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 19,250 കിട്ടും. ഇതാണ് ഡെപ്റ്റേഴ്സ്. ഓക്കെ, മനസ്സിലാവുണ്ടല്ലോ. ഈ 1,92,500 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ആവും. ഈ 360 ഇൻറ്റു 365 എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? അത് ഡിവൈഡ് ബൈ ഹരണമാവും. ഓക്കെ അല്ലേ? ഡിവിഷൻ ആവും. സോ അപ്പോൾ നമുക്ക് ഡെപ്റ്റേഴ്സും കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് മീൻസ് ഇനി അതല്ല, പ്രൊപ്രൈറ്ററി റേഷ്യോ ഉണ്ട് ക്വസ്റ്റ്യനിൽ. കറണ്ട് റേഷ്യോ ഒക്കെ നമ്മൾ എടുത്തു. ഇനി പ്രൊപ്രൈറ്ററി റേഷ്യോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. പ്രൊപ്രൈറ്ററി റേഷ്യോ അതിന്റെ ഇക്വേഷൻ കൂടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഫിക്സ് അസറ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. ആ ഒരു ഇക്വേഷൻ തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡാറ്റ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രൊപ്രൈറ്ററി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ കൊടുക്കാം നമുക്ക്. പ്രൊപ്രൈറ്ററി റേഷ്യോ ഈക്വൽ ടു ഫിക്സ്ഡ് അസറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ് അതിന്റെ ഇക്വേഷൻ വരിക. സോ ഇവിടെ പ്രൊപ്രൈറ്ററി റേഷ്യോ ശരിക്കും നമുക്ക് തന്നിട്ടുള്ളത് 0.7 ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. അപ്പോൾ ഈസ്റ്റ് 1 കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 0.7 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫിക്സഡ് അസറ്റും 1 ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടുമാണ്. അതാണ് ഈ ഒരു ഇക്വേഷനിൽ. ഇപ്പോൾ 0.7 എന്ന് പറയുമ്പോൾ ഇവിടെ 0.7 എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്, 1 എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടാണ്. ഓക്കെ, ആ ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ വേറൊരു ഇക്വേഷൻ നമുക്ക് നോക്കാം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് മൈനസ് ഫിക്സ്ഡ് അസറ്റ് ഈക്വൽ ടു കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. കറന്റ് അസറ്റിൽ നിന്ന് കറന്റ് ലയബിലിറ്റി കുറച്ചാൽ ഒരു എമൗണ്ട് കിട്ടും. ആ സെയിം എമൗണ്ട് തന്നെ ആയിരിക്കും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നിന്ന് ഫിക്സ്ഡ് അസറ്റ് കുറച്ച് കഴിഞ്ഞാൽ. അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു ബാലൻസ് ഷീറ്റിലെ ആ ഒരു ഇക്വേഷൻ വെച്ച്, ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ക്വസ്റ്റ്യനിൽ തന്നു. ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 1 ആണ്. ഫിക്സ്ഡ് അസറ്റ് 0.7 ആണ്. കറന്റ് അസറ്റ് എന്ന് പറയുന്നത് 1,05,000 ഓൾറെഡി നമ്മൾ ആൻസറിൽ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ കറന്റ് ലയബിലിറ്റി 42,000 അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 0.7 എന്ന് പറയുന്നത് 0.3 ആണ്. 0.3 ഈക്വൽ ടു 1,05,042 പോയി കഴിഞ്ഞാൽ ബാക്കി 63,000. 0.3 എന്ന് പറയുമ്പോൾ 63,000 ആണ്. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു മെത്തേഡ് 63,000 സമമാണ് 0.3 എന്ന് പറയുന്നത്. സോ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈക്വൽ ടു 63,000 into 1 by അല്ലെ. നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 1 ആണ്. ഇവിടെ 1 കണ്ടില്ലേ, 1. അപ്പൊ 1/0.3. 73,000 എന്നുള്ളത് 0.3 സമമാണ്. അതുകൊണ്ട് സോ നമുക്ക് ആൻസർ കിട്ടുക 2,10,000. അതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടുക. ദെൻ ഫിക്സ്ഡ് അസറ്റും അതേപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഫിക്സ്ഡ് അസറ്റ് ഈക്വൽ ടു 63,000 into ഫിക്സ്ഡ് അസറ്റ് 0.7 അല്ലെ, 0.7 ഡിവൈഡ് ബൈ 0.3 ഈക്വൽ ടു നമുക്ക് എത്ര ആൻസർ വരും? 1,47,000. ഓക്കെ, അപ്പൊ ഫിക്സ്ഡ് അസറ്റും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഇനിയുള്ളത് തന്നിട്ടുള്ളത് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 10% ഞാൻ പറഞ്ഞു. 10% നെറ്റ് ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ 10%. സോ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഓരോ കാര്യങ്ങളുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 10% ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ശരിക്കും ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഓൾസോ കോൾഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ 10% ആണ് നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത്. എത്ര? 2,10,000 ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. സോ നെറ്റ് പ്രോഫിറ്റ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ 2,10,000ന്റെ 10%.
അല്ലെ 10/100 10% കാണുമ്പോൾ 21,000 ആണ് എന്ത് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ നെറ്റ് പ്രോഫിറ്റും കിട്ടി. ശരിക്കും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ ഇക്വേഷൻ ശരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ ഇക്വേഷൻ ഒക്കെ. പക്ഷേ കഴിഞ്ഞ പാട്ടുകളായിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ്, അങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ്. അപ്പോ ഇവിടെ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുമ്പോൾ ശരിക്കും എത്രയാണ് വരുന്നത് റിസർവ് ആൻഡ് സർപ്ലസ്? അതൊന്ന് പറയാനുണ്ട് അല്ലെ. റിസർവ് ആൻഡ് സർപ്ലസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെ. നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്താൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇപ്പോൾ എത്ര എന്നുള്ള ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ക്വസ്റ്റ്യനിൽ തന്നു 2,10,000 ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ 1,80,000 ക്വസ്റ്റ്യൻ തുടക്കത്തിൽ കാണാൻ പറ്റും 1,80,000 അല്ലെ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ്. സോ റിസർവ് ആൻഡ് സർപ്ലസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണത്. റിസർവ് ആൻഡ് സർപ്ലസ് ഈക്വൽ ടു 2,10,000 അല്ല 2,10,000. ഈ പ്ലസ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും മൈനസ് 1,80,000 മൈനസ് 1,80,000. സോ 30,000 ആണ് നമുക്ക് റിസർവ് ആൻഡ് സർപ്ലസ് കിട്ടുക 30,000. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് എന്താണ്? ക്ലോസിങ് സോ പർച്ചേസും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. പർച്ചേസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,54,000 ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആൻസറിൽ. അതേപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് 35,000, ക്ലോസിംഗ് സ്റ്റോക്ക് 42,000. അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പർച്ചേസും കിട്ടി 1,61,000. ഓക്കെ ആണല്ലോ. ദെൻ കഴിഞ്ഞിട്ടില്ല, ആൻസർ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ശരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഓരോ ഐറ്റം നോക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ, എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആർ ലോസ്? റവന്യൂ ഫ്രം ഓപ്പറേഷൻ അതായത് സെയിൽസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യമാണ് സെയിൽസ് എന്ന് പറയുന്നത്. അത് ഇവിടെ കാണാൻ പറ്റും. സെയിൽസ് ഫൈൻഡ് ഔട്ട് ആ ഒരു രീതിയിൽ 1,92,500. പിന്നീട് അതർ ഇൻകം ഒന്നുമില്ല, ടോട്ടൽ ഇൻകം 1,92,500. പിന്നെ എക്സ്പെൻസുകളാണ്. എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. ഇതൊക്കെ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററുകൾ പഠിച്ചതാണ് കേട്ടോ. അപ്പൊ അതൊന്നും ഇവിടെ പ്രാധാന്യമില്ല. ഫോർമാറ്റ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പർച്ചേസ് 1,61,000 നമ്മൾ ഓൾറെഡി കണ്ടു. ദെൻ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി, ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, അതിൽ ചേഞ്ചസ്, ഇതൊക്കെ ഫോർമാറ്റ് ഉള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ. ശരിക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിന്റെ -7,000 ചേഞ്ചസ്. ഇപ്പോൾ 1,61,000 70,000 കുറച്ചാൽ ബാക്കി വരുന്ന 1,54,000 ഇവിടെ എഴുതി. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ, അതർ എക്സ്പെൻസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ 17,500 ബാലൻസിങ് ഫിഗർ ആണ് 17,500 ആക്ച്വലി വരുന്നത്. കാരണം വെച്ചാൽ ടോട്ടൽ എക്സ്പെൻസ് ഇവിടെ 1,71,500 അല്ലേ. സോ പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് 21,000 അല്ലെ, 21,000 പ്രോഫിറ്റ്. സോ ഹിയർ നമ്മൾ ഇവിടുന്ന് ഇത് ഇന്റർപ്രറ്റ് ചെയ്യണം. ഈ 21,000 എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തല്ലോ നമ്മൾ ലാസ്റ്റ് അല്ലെ. 21,000 ഇവിടെ കാണാൻ പറ്റും. 21,000 നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ അത് നമ്മൾ ആദ്യം നെറ്റ് പ്രോഫിറ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ഇവിടെ നമ്മൾ കൊടുക്കുന്നു. ഇത് രണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല, പ്രോഫിറ്റ് കൊടുക്കുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഇനി മനസ്സിലാക്കേണ്ടത് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 1,92,500 ഇൻകം ഉണ്ട്. ആ ഇൻകത്തിൽ നിന്ന് 1,54,000 കുറക്കുക. 1,54,000 കുറക്കുക. ആ 54,000 ഈ പ്രോഫിറ്റും കുറച്ചാൽ, ഈ പ്രോഫിറ്റും കൂടെ കുറച്ചാൽ നമുക്ക് 17,500 കിട്ടും. അതാണ് ഈ അതർ എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. എന്നിട്ട് 1,54,000 17,500 കൂട്ടി ടോട്ടൽ എക്സ്പെൻസ് 1,71,500 കൊടുക്കാം. ഓക്കെ, ഒന്നും കൂടെ കേൾക്കട്ടെ പറയണത്, അതിനനുസരിച്ച് ചെയ്യാം, ചെയ്ത് നോക്കുക. ദെൻ ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നോൺ കറന്റ് അസെറ്റ് എന്ന് പറഞ്ഞിട്ട് 1,47,000 നോൺ കറന്റ് അസെറ്റ്. നോൺ കറന്റ് അസെറ്റ് എന്ന് പറയുമ്പോൾ അല്ലെ ഫിക്സ്ഡ് അസെറ്റ് എന്ന് പറയാൻ പറ്റും. ഫിക്സ്ഡ് അസെറ്റ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തത് നമ്മൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്ന ഫിക്സ്ഡ് അസെറ്റ് 1,47,000. അതിന് വേണ്ടി ഓരോ സാധനം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ റേഷ്യോസും തന്നിട്ടുണ്ട്, ഓരോ ഐറ്റം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ കറന്റ് അസെറ്റ്, കറന്റ് റിസീവബിൾ. ട്രേഡ് റിസീവബിൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് 19,250.
നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 19,250 ഇവിടെ ആക്കണം ഡെപ്റ്റേഴ്സ് 19,250. സോ ഇനി ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, ഇവിടെ ഒരു ക്വസ്റ്റിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റും. കറണ്ട് അസറ്റിൽ ദർ ഇസ് നോ അതർ അസറ്റ് ദാൻ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് ആൻഡ് ക്യാഷ്. ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് അല്ലാത്ത ഒരു അസറ്റ് കറണ്ട് അസറ്റ് ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ കറണ്ട് അസറ്റിൽ സ്റ്റോക്കും ഡെപ്റ്റേഴ്സും ക്യാഷും ഉള്ളത്. അപ്പോൾ അതിൽ ഡെപ്റ്റേഴ്സ് സ്റ്റോക്ക് അല്ലെ, സ്റ്റോക്ക് 42,000 ആണ്, ഡെപ്റ്റേഴ്സ് സ്റ്റോക്ക് 42,000 ആണ്. അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സ് 42,000 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റും അല്ലെ. 42,000 ഡെപ്റ്റേഴ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, ഡെപ്റ്റേഴ്സ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തതായിട്ട് അല്ല 19,250. അപ്പൊ അത് രണ്ടും കുറച്ചാൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? ക്യാഷ് ആയിരിക്കും. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പൊ ശരിക്കും ഇവിടെ കറണ്ട് അസറ്റ് ക്വസ്റ്റ്യനിൽ ആൻസർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ കറണ്ട് അസറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് അസറ്റ് 1,50,000. അപ്പോൾ നോട്ട് ചെയ്യട്ടോ, ഈ കറണ്ട് അസറ്റിൽ നിന്ന് 1,50,000 നിന്ന് സ്റ്റോക്കും ഡെപ്റ്റേഴ്സും ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് എന്താണ്? ക്യാഷ് ആണ്. അപ്പൊ അതാണ് ആ പറയണത്. അപ്പോ ഇവിടെ 1,50,000 മൈനസ് 19,250 മൈനസ് 42,000, അങ്ങനെയാണ് ഇവിടെ എന്തിട്ടുള്ളത്? 43,750 കിട്ടണത്. ഓക്കെ ആണല്ലോ. ദെൻ അപ്പൊ ടോട്ടൽ അസറ്റ് എല്ലാം കൂടെ കൂട്ടാൻ ടോട്ടൽ അസറ്റ് കിട്ടി. ദെൻ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റിയിലേക്ക് വരാം. ഷെയർ ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതർ ഇക്വിറ്റി റിസർവ് ആൻഡ് സർപ്ലസ് നമ്മൾ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇവിടെ കാണാൻ പറ്റും അതർ ഇക്വിറ്റി 30,000 അല്ലെങ്കിൽ റിസർവ് ആൻഡ് സർപ്ലസ് 30,000 ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ വേറെ കറണ്ട് ലാബിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാബിലിറ്റിയിൽ കറണ്ട് ലാബിലിറ്റി, നോൺ കറണ്ട് ലാബിലിറ്റി ഒന്നുമില്ല. കറണ്ട് ലാബിലിറ്റിയിൽ ബോറോയിങ്സ് 10,000 ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ നോക്കാം. ട്രേഡ് പേബിൾ എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ് അല്ലേ. സോ ക്രെഡിറ്റേഴ്സ് ഇവിടെ തന്നിട്ടുള്ളത് 32,000 ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തു? ക്വസ്റ്റ്യനില് കറണ്ട് ലാബിലിറ്റി ആൻഡ് ആൻസറിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് കറണ്ട് ലാബിലിറ്റി എത്രയാണ്? 42,000 ആണ് ശരിക്കും കറണ്ട് ലാബിലിറ്റി കിട്ടിയിട്ടുള്ളത്. അപ്പൊ 42,000 അതർ കറണ്ട് ലാബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ 10,000 എന്തുണ്ട്? ബാങ്ക് ഓഫ് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. അപ്പൊ ആ 42,000 10,000 പോയാൽ ബാക്കി കിട്ടുന്നത് 32,000 അതർ കറണ്ട് ലാബിലിറ്റിയിൽ പെടുത്തുക, അല്ലെങ്കിൽ ട്രേഡ് പേബിൾ ആയിട്ട് നമ്മൾ അവിടെ എഴുതാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കറണ്ട് ലാബിലിറ്റി ടോട്ടൽ 42,000 ആണ് ഉള്ളത് അല്ലെ. അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻസർ നോക്കിയാൽ മനസ്സിലാവും 42,000. സോ അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടാം, എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്താൽ 2,52,000, ഇവിടെയും 2,52,000 നമുക്ക് ആൻസർ വരും. ഇങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുക. സോ വീഡിയോ കേട്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഭാഗം കേട്ട് നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. സോ ഓരോന്നും കൃത്യമായിട്ട് കേൾക്കുക, പഠിക്കുക. ഓക്കെ, കറണ്ട് ലാബിലിറ്റി കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.